ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ആർത്രോപോഡയുടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ആർത്രോപോഡ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറുകയാണിന്ന്. അപ്പം ആദ്യത്തെ അതായത് എൻറ്റമോളജി എന്ന സബ്ജക്റ്റിൽ നമ്മൾ മെയിനായിട്ടും ഇൻസെക്ട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇൻസെക്ട്സിൻ്റെ മോർഫോളജിയാണ് നിങ്ങളുടെ ആദ്യത്തെ നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക്. അപ്പം ഇൻസെക്ട് മോർഫോളജിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഇൻസെക്ട് ഇൻടെഗ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പം എന്താണ് ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റ്? ഇൻടെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിൻ്റെ ബോഡി വാളിന് പറയുന്ന പേരാണ് ഇൻടെഗ്മെൻറ്റ് അഥവാ എക്സോസ്കെൽറ്റൻ. ഇപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്കൊരു എക്സോസ്കെൽറ്റനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻസ് എൻഡോസ്കെൽറ്റനാണ്, നമ്മൾ അകത്തുള്ള സ്കെൽറ്റനാണ്. പക്ഷേ ഇൻസെക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ എക്സോസ്കെൽറ്റൻ അഥവാ ഇൻടെഗ്മെൻറ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഇൻടെഗ്മെൻറ്റിൻ്റെ റോൾ? ഇൻടെഗ്മെൻറ്റ് ആക്ട്സ് ആസ് ആൻ എക്സ്റ്റേണൽ കവറിങ്. ഇറ്റ് ആക്ട്സ് ആസ് എൻ എക്സ്റ്റേണൽ കവറിങ്. ബോഡിയെ കവർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ആവരണമായിട്ടാണ് ഇൻടെഗ്മെൻറ്റ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്ടോഡെർമൽ ഇൻ ഒറിജിൻ. എക്ടോഡെർമലാണ് അതിൻ്റെ ഒറിജിൻ. ഇനി അതെങ്ങനെയൊക്കെ ആയിരിക്കും? റിജിഡ് ആവാം, ഫ്ലെക്സിബിൾ ആവാം, ലൈറ്റർ, സ്ട്രോങ്ങർ ആൻഡ് വേരിയസ്ലി മോഡിഫൈഡ്. ഓരോ ഇൻസെക്ട്സ് അനുസരിച്ച് അതിൻ്റെ ഇൻസെക്ട് ബോഡി വാൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലതിലത് ഭയങ്കര റിജിഡ് ആയിരിക്കും, എന്നാൽ ചിലതിലത് സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ചിലതിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും, ചിലതിൽ ഭയങ്കര എന്താ പറയുക ടൈറ്റ് ആയിരിക്കും, ലൈറ്റർ ആയിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും. എന്തായാലും എല്ലാ ഇൻസെക്ട്സിലും നമുക്ക് ഒരു ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റ് നിർബന്ധമായിട്ടും ഉണ്ടാകും. ഇനി വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റ്? എന്താണ് ഒരു ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ? ഇൻടെഗ്മെൻറ്റിന് അതായത് ആ എക്സോസ്കെൽറ്റന് 3 ലെയേഴ്സ് ഉണ്ടാവും. ഇറ്റ് ഹാസ് 3 ലെയേഴ്സ്: ആൻ ഔട്ടർ ക്യൂട്ടിക്കിൾ, മിഡിൽ എപ്പിഡെർമിസ് ആൻഡ് എ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഇങ്ങനെ 3 ലെയേഴ്സ് കൂടി ചേരുന്നതാണ് ഒരു ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോ ലെയേഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ക്യൂട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ഇറ്റ് ഈസ് നോൺ സെല്ലുലാർ ഇൻ നേച്ചർ. നോൺ സെല്ലുലാർ ആയിരിക്കും, അതായത് സെല്ലുലാർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും അവിടെ ഉണ്ടാവില്ല. ഡെഡ് സെൽസ് ആയിരിക്കും, അതാണ് നോൺ സെല്ലുലാർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഔട്ടർ നോൺ സെല്ലുലാർ ലെയർ. സോ ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റിൻ്റെ നോൺ സെല്ലുലാർ ലെയർ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്യൂട്ടിക്കിൾ. ആൻഡ് ഈ ക്യൂട്ടിക്കിൾ തന്നെ 2 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻടെഗ്മെൻറ്റിന് 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ലെയറാണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിളിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻ ഔട്ടർ എപ്പിക്യൂട്ടിക്കിൾ ആൻഡ് ഇന്നർ പ്രോക്യൂട്ടിക്കിൾ. ഔട്ടർ എപ്പിക്യൂട്ടിക്കിളായിട്ടും ഇന്നർ പ്രോക്യൂട്ടിക്കിളായിട്ടുമാണ് ഈ ക്യൂട്ടിക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എപ്പിക്യൂട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. എപ്പിക്യൂട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ഇൻസെക്റ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ. ഇൻസെക്റ്റ് ബോഡിയുടെ ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ് എപ്പിക്യൂട്ടിക്കിൾ. എപ്പിക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വെരി തിൻ ലെയറാണ് ആൻഡ് ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് കൈറ്റിൻ. ഓക്കെ, അപ്പം നമ്മൾ കൊച്ചിലെ മുതൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റ് ഇസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ. ഇപ്പം ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റ് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൊണ്ടാണ് ഈ ഇൻസെക്ട് ഇൻടെഗ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ആ ഇൻടെഗ്മെൻറ്റിൽ കൈറ്റിൻ ഇല്ലാത്ത ഒരു പോർഷനാണ് എന്ത്? എപ്പിക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ എപ്പിക്യൂട്ടിക്കിളിനെ വീണ്ടും 5 ലെയറായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഇൻടെഗ്മെൻറ്റിനെ 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻടെഗ്മെൻറ്റിൻ്റെ ആദ്യത്തെ ലെയറാണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിളിനെ വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: എപ്പിക്യൂട്ടിക്കിൾ, പ്രോക്യൂട്ടിക്കിൾ. അപ്പം ആദ്യത്തെ ലെയർ അതായത് ഔട്ടർ മോസ്റ്റ് ലെയറാണ് എപ്പിക്യൂട്ടിക്കിൾ. എപ്പിക്യൂട്ടിക്കിളിനെ വീണ്ടും 5 ലെയറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ലെയർ സിമെൻറ്റ് ലെയർ. സിമെൻറ്റ് ലെയറാണ് ഔട്ടർ മോസ്റ്റ്. എപ്പിക്യൂട്ടിക്കിളിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണിത് സിമെൻറ്റ് ലെയർ. സിമെൻറ്റ് ലെയർ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലിപ്പിഡ് ആൻഡ് ടാൻഡ് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ എപ്പിക്യൂട്ടിക്കിളിൽ കൈറ്റിൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എപ്പിക്യൂട്ടിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണമല്ലോ. എപ്പിക്യൂട്ടിക്കിളിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പം എപ്പിക്യൂട്ടിക്കിളിനെ 5 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സിമെൻറ്റ് ലെയർ ലിപ്പിഡ് കൊണ്ടും ടാൻഡ് പ്രോട്ടീൻസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻ എന്താ? ഇറ്റ് പ്രൊട്ടക്ട്സ് ദി വാക്സ് ലെയർ.
തൊട്ട് താഴെയുള്ള വാക്സ് ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിമെൻറ്റ് ലെയറിൻ്റെ ഫങ്ഷൻ. ഇനി സിമെൻറ്റ് ലെയർ കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്ന ലെയറാണ് വാക്സ് ലെയർ. ഇറ്റ് കണ്ടെയ്ൻസ് ക്ലോസ്ലി പാക്ഡ് വാക്സ് മോളിക്യൂൾ. വാക്സ് ലെയർ ആകുമ്പം അത് വാക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ഡെസിക്കേഷൻ. ഡെസിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ഡെസിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ നിന്നും വെള്ളം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ലെയറാണ് വാക്സ് ലെയർ. ഇനി അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെയറാണ് ക്യൂട്ടിക്കുലിൻ ലെയർ, വിച്ച് ഈസ് നോൺ കൈറ്റീനിയസ് പോളിമറൈസ്ഡ് ലിപ്പോപ്രോട്ടീൻ ലെയറാണ്. ലിപ്പിഡും പ്രോട്ടീനും കൂടെ ചേരുന്നതിനാണ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം കൈറ്റിൻ ഇല്ലാത്ത ലിപ്പോപ്രോട്ടീനിൻ്റെ പോളിമറൈസ്ഡ് ലെയറാണ് ക്യൂട്ടിക്കുലിൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ? ഇറ്റ് ആക്ട്സ് ആസ് എ ബാരിയർ ടു അയോൺസ്. ഇൻസെക്ട് ബോഡിയിൽ നിന്നും അയോൺസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ക്യൂട്ടിക്കുലിൻ ലെയർ. ഇനി വരുന്ന 2 ലെയേഴ്സ് ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ ആൻഡ് ഇന്നർ എപ്പിക്യൂട്ടിക്കൽ. അങ്ങനെ 5 ലെയേഴ്സ് ആയിട്ടാണ് എപ്പിക്യൂട്ടിക്കലിൻ്റെ ഡിഫറൻസിയേഷൻ വന്നിരിക്കുന്നത്. ഔട്ടർ സിമെൻറ്റ് ലെയർ, ദെൻ വാക്സ് ലെയർ, ക്യൂട്ടിക്കുലിൻ ലെയർ, ഔട്ടർ എപ്പിക്യൂട്ടിക്കൽ ആൻഡ് ഇന്നർ എപ്പിക്യൂട്ടിക്കൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എപ്പിക്യൂട്ടിക്കലിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് പ്രോക്യൂട്ടിക്കലാണ്. പ്രോക്യൂട്ടിക്കലിനെ വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഔട്ടർ എക്സിക്യൂട്ടിക്കൽ ആൻഡ് ഇന്നർ എൻഡോ ക്യൂട്ടിക്കൽ. ഓക്കെ, അപ്പം ഔട്ടർ എക്സിക്യൂട്ടിക്കലിനെ എക്സിക്യൂട്ടിക്കൽ എന്ന് പറയുന്നതാണ് പ്രോക്യൂട്ടിക്കലിൻ്റെ ഔട്ടർ ലെയർ. പ്രോക്യൂട്ടിക്കൽ എന്ന് നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും, കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പം എക്സിക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഔട്ടർ ലെയർ, പ്രോക്യൂട്ടിക്കലിൻ്റെ ഔട്ടർ ലെയർ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്ട് ഇൻഡഗ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ മിഡിൽ ലെയർ ആണെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് മച്ച് തിക്കർ, അതായത് എപ്പിക്യൂട്ടിക്കലിനേക്കാളും തിക്കായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് സ്ക്ലിറോട്ടിൻ. എപ്പിക്യൂട്ടിക്കലിൽ കൈറ്റിൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ പ്രോക്യൂട്ടിക്കൽ ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ. പ്രോക്യൂട്ടിക്കലിൽ എക്സിക്യൂട്ടിക്കൽ എടുത്താലും എൻഡോക്യൂട്ടിക്കൽ എടുത്താലും നമുക്ക് കൈറ്റിൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ എക്സിക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് കൈറ്റിനും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രോട്ടീനും ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് സ്ക്ലീറോട്ടിൻ. സ്ക്ലീറോട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളത് ഏത് ഔട്ടർ ലെയറിലാണ് അല്ലെങ്കിൽ ഇൻഡഗ്മെൻറ്റ് ലെയറിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സിക്യൂട്ടിക്കൽ. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് ഡാർക്ക് കളേർഡ് ആൻഡ് റിജിഡ്. കുറച്ചുകൂടി റിജിഡ് ആയിരിക്കും, അതായത് കട്ടിയുള്ളതായിരിക്കും എക്സിക്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലെയർ എൻഡോക്യൂട്ടിക്കൽ. എൻഡോക്യൂട്ടിക്കൽ ആണ് ഇന്നർ ലെയർ. ക്യൂട്ടിക്കിളിൻ്റെ ഏറ്റവും അകത്തെ ലെയറാണ് ഇത് എൻഡോക്യൂട്ടിക്കൽ. എൻഡോ മീൻസ് അകത്ത്, എക്സോ മീൻസ് പുറത്ത്. ഓക്കെ, ഇറ്റ് ഈസ് ദ തിക്കസ്റ്റ് ലെയർ. ക്യൂട്ടിക്കിളിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ് ഇത്. അതെ, എന്നുവെച്ചാൽ കട്ടി കൂടിയ ഭാഗം ആണ് ഇത് എൻഡോക്യൂട്ടിക്കൽ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് ആർത്രോപോഡിൻ. കൈറ്റിനും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോട്ടീനാണ് ആർത്രോപോഡിൻ. ഇറ്റ് ഈസ് കളർലെസ്. മറ്റേ എക്സിക്യൂട്ടിക്കൽ ഡാർക്ക് കളേർഡ് ആണ്, പക്ഷേ എൻഡോക്യൂട്ടിക്കൽ കളർലെസ് ആണ്. ഇറ്റ് ഈസ് കളർലെസ്, സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ക്യൂട്ടിക്കിളിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ക്യൂട്ടിക്കിളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇൻഡഗ്മെൻ്റ് സെക്കൻഡ് ലെയറാണ് എപ്പിഡെർമിസ്. അതാണ് നമ്മുടെ സെല്ലുലാർ ലെയർ, ഇന്നർ യൂണിസെല്ലുലാർ ലെയർ റെസ്റ്റിംഗ് ഓൺ ദി ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യൂട്ടിക്കിളിനും എപ്പിഡെർമിസിനും ഇരിക്കാനുള്ള ഒരു ലെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ ആകെയുള്ള ഫംഗ്ഷൻ. ഇപ്പം എപ്പിഡെർമിസ് ആണ് സെല്ലുലാർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെയും ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ്? ക്യൂട്ടിക്കിളിൻ്റെ സെക്രീഷൻ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് സെൽസ് ഇല്ലാത്ത ഒരു നോൺ സെല്ലുലാർ ആയിട്ടുള്ള ലെയറാണ്. അപ്പം ആ ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? എപ്പിഡെർമിസ്. അത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്യൂട്ടിക്കിൾ സെക്രീഷൻ ആരുടെ ഫംഗ്ഷനാണ്? എപ്പിഡെർമിസിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഓൾഡ് ക്യൂട്ടിക്കിൾ, വൂണ്ട് റിപ്പയറിങ് ആൻഡ് ഇറ്റ് ഗീവ്സ് എ സർഫസ് ലുക്ക്. ഓവറോൾ സർഫസ് ലുക്ക് കൊടുക്കുന്നത് ആരാ? എപ്പിഡെർമിസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ക്യൂട്ടിക്കിളിൻ്റെ അല്ല, ഇൻഡഗ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഔട്ടർ ക്യൂട്ടിക്കിൾ, മിഡിൽ എപ്പിഡെർമിസ് ആൻഡ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ, ലോവർ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഈ 3 ലെയേഴ്സും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഇൻസെക്റ്റിൻ്റെ ഇൻഡഗ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ഡിഫറൻസിയേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ്, ഇതാണ് ഇൻസെക്റ്റ് ഇൻഡഗ്മെൻറ്റിൻ്റെ ഒരു ഓവറോൾ പിക്ചർ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ഔട്ടർ ലെയറിൽ ഒരു എപ്പിക്യൂട്ടിക്കൽ ഉണ്ട്,
പിന്നെ മിഡിൽ ഒരു എക്സിക്യൂട്ടിക്കിൾ ഉണ്ട്. എക്സിക്യൂട്ടിക്കിളിൻ്റെ ഏറ്റവും താഴെ ഒരു എൻഡോക്യൂട്ടിക്കിൾ ഉണ്ട്. അപ്പം എക്സോക്യൂട്ടിക്കിളിനും എൻഡോക്യൂട്ടിക്കിളിനും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? പ്രോ ക്യൂട്ടിക്കിൾ. രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രോ ക്യൂട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ എൻഡോക്യൂട്ടിക്കിൾ വരെയുള്ള ആ ലെയറാണ് എന്ത്? ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ലെയർ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് എപ്പിഡെർമിസ് വരുന്നത്. എപ്പിഡെർമിസിലാണ് നമുക്ക് ഈ സെൽസ് കാണാൻ പറ്റുന്നത്. എപ്പിഡെർമൽ സെൽ. അതിൻ്റെ ഏറ്റവും താഴെ വരുന്നതാണ് ഒരു ജസ്റ്റ് ഒരു മെംബ്രെയിനാണ് എന്ത്? ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അപ്പം ഇതാണ് സ്ട്രക്ചർ ഓഫ് ഇൻറ്റഗ്മെൻറ്റ്, ഇൻസെക്റ്റ് ഇൻറ്റഗ്മെൻറ്റ്. ഇനി ഇൻസെക്റ്റിൻ്റെ ഈ സ്ട്രക്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴോട്ട് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഈ സെൻസില്ലം അല്ലെങ്കിൽ സീറ്റേ എന്ന് പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന സ്ലൈഡ്സിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻസെക്റ്റ് ഇൻറ്റഗ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ. ഇത് വരയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് പഠിച്ചിരിക്കണം, ഈ പിക്ചർ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ്, എന്തൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഇൻറ്റഗ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്ന് പറയുന്നത് കൈറ്റിനാണ്. ഇൻസെക്റ്റ് ഇൻറ്റഗ്മെൻറ്റിൻ്റെ ഇൻസെക്റ്റ് ഇൻറ്റഗ്മെൻറ്റിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് ക്യൂട്ടിക്കിളാണ്. അപ്പോൾ ക്യൂട്ടിക്കിളിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ആര്? കൈറ്റിൻ. ഓക്കെ, ഇനി കൈറ്റിൻ എന്താണ്? കൈറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നൈട്രോജീനസ് പോളിസാക്കറൈഡ് ആൻഡ് എ പോളിമർ ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് ഈ എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൈറ്റിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ, അല്ലെങ്കിൽ കൈറ്റിൻ ഇസ് എ പോളിമർ ഓഫ് ഡാഷ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ. ഇനി എന്തൊക്കെയാണ് ഈ കൈറ്റിൻ്റെ പ്രത്യേകതകൾ? കൈറ്റിൻ വാട്ടർ ഇൻസോലബിൾ ആണ്, വാട്ടറിൽ അലിയത്തില്ല, വെള്ളത്തിൽ അലിയുന്ന ഒരു കെമിക്കൽ അല്ല കൈറ്റിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വാട്ടർ ഇൻസോലബിൾ ബട്ട് ഇറ്റ് ഈസ് സോലബിൾ ഇൻ ഡൈല്യൂട്ട് ആസിഡ്സ്, ആൽക്കലീസ് ആൻഡ് ഓർഗാനിക് സോൾവൻസ്. ഓക്കെ, ആസിഡിലും ആൽക്കലിയിലും ഓർഗാനിക് സോൾവൻസിലും സോലുബിൾ ആണ്, എന്നാൽ വാട്ടറിൽ ഇൻസോലുബിൾ ആണ് ആര്? കൈറ്റിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അടുത്ത് നമ്മൾ കുറച്ച് പ്രോട്ടീൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇല്ലേ? എക്സോക്യൂട്ടികളിലും എൻഡോക്യൂട്ടികളിലും കാണുന്ന 2 തരം പ്രോട്ടീൻസ് ആണ്. അതിൽ ആർത്രോപോഡിൻ കാണുന്നത് എൻഡോക്യൂട്ടിക്കിളിലാണ്. ഓക്കെ, ആർത്രോപോഡിൻ എന്ന് പറയുന്നത് ഒരു അൺടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീനാണ്. അൺടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ആയതുകൊണ്ടാണ് എൻഡോക്യൂട്ടിക്കൽ കളർലെസ് ആണ് എന്ന് പറയാൻ കാര്യം. ആർത്രോപോഡിൻ എന്ന് പറയുന്നത് ഒരു അൺടാൻഡ് എന്ന് പറഞ്ഞാൽ ടാനിങ് നടക്കാത്തത്. ടാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡാർക്ക് കളർ പിഗ്മെൻറ്റേഷൻ നടക്കുന്നതിനാണ് ടാനിങ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പം നിങ്ങൾ ഈ വാക്ക് ഓർത്തിരുന്നാൽ മതി. ടാനിങ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ പിഗ്മെൻറ്റേഷൻ സ്കിന്നിന് കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനാണ് നമ്മൾ ടാനിങ് എന്ന് പറയുന്നത്. അപ്പം അൺടാൻഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കുലർ പ്രോട്ടീൻ ആയതുകൊണ്ടാണ് ആർക്ക്? എൻഡോക്യൂട്ടിക്കിൾ കളർലെസ് ആയത്. ഓക്കെ, അപ്പോൾ ആർത്രോപോഡിൻ എന്ന് പറയുന്നത് ഒരു അൺടാൻഡ് ക്യൂട്ടിക്കുലർ പ്രോട്ടീനാണ്. സോ ഇൻസെക്ട് ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻസെക്ട് ഇൻറ്റഗ്മെൻറ്റിൽ കാണുന്ന അൺടാൻഡ് ക്യൂട്ടിക്കുലർ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഇസ് ആർത്രോപോഡിൻ. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഈസ് വാട്ടർ സോലുബിൾ. ആർത്രോപോഡിൻ എന്ന് പറയുന്നത് വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. നെക്സ്റ്റ് ആണ് അടുത്തത് വരുന്നതാണ് സ്ക്ലിറോട്ടിൻ. സ്ക്ലിറോട്ടിൻ എന്ന് പറയുന്നത് ടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ആണ്. ടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ആയതുകൊണ്ടാണ് എക്സോക്യൂട്ടിക്കൽ ഡാർക്ക് കളേർഡ് ആണ് എന്ന് പറയാൻ കാരണം. സ്ക്ലിറോട്ടിൻ എന്ന് പറയുന്നത് ടാൻഡ് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻസോലബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ അലിയത്തില്ല. നെക്സ്റ്റ് വരുന്ന ഒരു പ്രോട്ടീനാണ് ലെസിലിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ഫോർ ദി സ്ക്ലിറൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം സ്ക്ലിറൈറ്റ് എന്ന് പറയുന്ന വാക്ക് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഇലാസ്റ്റിക് ആയിട്ടുള്ള ക്യൂട്ടിക്കുലാർ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റെസിലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻസെക്റ്റ് ഇൻറ്റഗ്മെൻറ്റിൻ്റെ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻസെക്റ്റ് ഇൻറ്റഗ്മെൻറ്റിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസ്, അതാണ് കമ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ കൈറ്റിനാണ് മേജർ കോൺസ്റ്റിറ്റ്യുവൻറ്റ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ, പിന്നെ ആർത്രോപോഡിൻ, സ്ക്ലിറോട്ടിൻ ആൻഡ് റെസിലിൻ. ഇത് മൂന്ന് ആൾക്കാരും എന്താണ്? പ്രോട്ടീൻസ് ആണ്. വൈൽ കൈറ്റിൻ എന്ന് പറയുന്നത് ഒരു നൈട്രോജീനസ് പോളിസാക്കറൈഡ് ആണ്. പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ ഷുഗർ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ബാക്കി 3 ആൾക്കാരും ആരാണ്? പ്രോട്ടീൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്
ഇൻസെക്റ്റിൻ്റെ എൻഡോസ്കെൽട്ടൻ. എക്സോസ്കെൽട്ടൻ ഉള്ളതുപോലെ തന്നെ ഇൻസെക്റ്റിനൊരു എൻഡോസ്കെൽട്ടനും ഉണ്ട്. പക്ഷേ നമ്മളുടെ പോലെ ഒരു എന്താ പറയുക സ്റ്റിഫായിട്ടുള്ള എൻഡോസ്കെൽട്ടൻ ഇൻസെക്ട്സിന് ഇല്ല. അത്ര പ്രാധാന്യമുള്ളതല്ല. എങ്കിലും നമ്മൾ ഒന്ന് രണ്ട് വാക്കുകൾ അതിൻ്റെ അത് അറിഞ്ഞിരിക്കണം. ഇൻസെക്ട് എൻഡോസ്കെൽട്ടൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്യൂട്ടിക്കുലാർ ഇൻഗ്രോത്ത് ഓഫ് ദ ബോഡി വാൾ. ഒരു ക്ലിയർ കട്ടായിട്ടുള്ള സ്കെലട്ടൺ ഒന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ക്യൂട്ടിക്കിളിൻ്റെ ബോഡിക്കുള്ളിലോട്ടുള്ള ഒരു ഗ്രോത്താണ് ഈ എൻഡോസ്കെൽട്ടനായിട്ട് വരുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്പേസ് ഫോർ ദി മസിൽ അറ്റാച്ച്മെൻറ്റ്. മസിൽ അറ്റാച്ച്മെൻറ്റിനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ എൻഡോസ്കെൽട്ടൻ്റെ ആകെയുള്ള ഒരു ഫങ്ഷൻ. ദെൻ ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്. എൻഡോസ്കെൽട്ടൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അപ്പോഡീൻസ്. ഇപ്പോൾ ഹോളോ ഇൻവാജിനേഷൻ ഓഫ് ദ ബോഡി വാൾ. ഈ ബോഡി വാളിൽ നിന്നുള്ള ബോഡിക്കുള്ളിലേക്ക് ബോഡി വാളിൻ്റെ ഇൻവാജിനേഷൻ എന്ന് പറയുന്നത് ഹോളോ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻവാജിനേഷന് പറയുന്ന പേരാണ് അപ്പോഡീൻസ്. അതേസമയം അത് സോളിഡ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്, അതിനുള്ള പറയുന്ന പേരാണ് അപ്പോഫൈസസ്. ഓക്കെ, അപ്പം ഹോളോ ഇൻവാജിനേഷൻ ഓഫ് ദ ബോഡി വാൾ ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് അപ്പോഡീൻ ആൻഡ് സോളിഡ് ഇൻവാജിനേഷൻ ഇസ് അപ്പോഫൈസസ്. ഈ 2 പേരുകളും ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ വരുന്നത്. അധികം ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്താണ് ഇൻറ്റഗ്മെൻറ്റ്. ഇൻറ്റഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസെക്റ്റിൻ്റെ ബോഡി വാളിന് പറയുന്ന പേരാണ് ഇൻസെക്റ്റ് ഇൻറ്റഗ്മെൻറ്റ്. പിന്നെ വരുന്നത് സ്ട്രക്ചർ. എന്താണ് ഒരു ഇൻസെക്റ്റ് ബോഡി വാളിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞത്. അത് 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ നോൺ സെല്ലുലാർ ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ലെയർ, ദെൻ സെല്ലുലാർ എപ്പിഡെർമിസ് ആൻഡ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ദെൻ ഈ ക്യൂട്ടിക്കിൾ തന്നെ പിന്നെ 3 സബ് ലെയേഴ്സ് അല്ലെങ്കിൽ 2 സബ് ലെയർ ഉണ്ട്. ഔട്ടർ എപ്പി ക്യൂട്ടിക്കിൾ ആൻഡ് ഇന്നർ പ്രോക്യൂട്ടിക്കിൾ. ഈ പ്രോക്യൂട്ടിക്കിളിനെ വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഔട്ടർ എക്സോക്യൂട്ടിക്കിൾ ആൻഡ് ഇന്നർ എൻഡോക്യൂട്ടിക്കിൾ. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയാണ് ഫസ്റ്റ് ഇതിൽ വന്നത്. ദെൻ കംസ് ദി കമ്പോസിഷൻ ഓഫ് ദി ക്യൂട്ടിക്കിൾ. അതിൽ നമ്മൾ 4 കെമിക്കൽസിൻ്റെ കാര്യം പറഞ്ഞു. കൈറ്റിൻ, ആർത്രോപോഡിൻ, സ്ക്ലെറോട്ടിൻ, റെസിലിൻ. പിന്നെ വരുന്നതാണ് എൻഡോസ്കെൽട്ടൻ, ഇൻസെക്ട് എൻഡോസ്കെൽട്ടൻ. ഇൻസെക്ട് എൻഡോസ്കെൽട്ടൻ 2 ടൈപ്പ് ഉണ്ട്. ഹോളോ ഇൻവാജിനേഷൻ അപ്പോഡീൻ, സോളിഡ് ഇൻവാജിനേഷൻ അപ്പോഫൈസസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.